Hi guys, welcome to Ari's Adventures. So today, let's cook dinner together. So the weather is getting better in the upcoming weeks. Ice ഒക്കെ മെൽറ്റ് ആയി തുടങ്ങി. It's warm outside. പക്ഷേ നമുക്ക് കുറേ പാത്രം കഴുകാനുണ്ട്. നോക്കൂ, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുമ്പോൾ ക്ലീൻ ആകുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ അതൊന്നും വർക്ക് ആവില്ല ഗൈസ്. നമ്മൾ തന്നെ ഇങ്ങനെ ടൈം ലാപ്സ് ഇട്ട് സ്പീഡിൽ ചെയ്തു തീർക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഈ പാത്രം കഴുകുന്നത്. പാത്രം കഴുകലും പിന്നെ ഉള്ളി പൊളിക്കലും കാണുമ്പോൾ തന്നെ പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് പെട്ടെന്നല്ലേ ഇത് കഴിഞ്ഞത്. എൻ്റെ നടുവിൻ്റെ ഊപ്പാടിളക്കി ഗൈസ്. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞു, ക്ലീൻ ആക്കി, എല്ലാം എടുത്തൊക്കെ വെച്ചു. കുറച്ച് ഫ്രോസൺ പ്രോൺസ് ഉണ്ട്, അപ്പം അതും എടുത്ത് പുറത്ത് വെച്ചു. ഇപ്പോൾ ഈ ഡാൻസ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുക്കി കഴിക്കാൻ പോകുന്നോന്ന്. പിന്നെ മലയാളികളായതുകൊണ്ട് അങ്ങനെ വിചാരിക്കാനും സാധ്യതയില്ല. ഞാൻ ഈ ഇക്ഷ എണ്ണ വരച്ച് തുറന്നപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്പർ 1 വൻപയർ താളിച്ചത്. അപ്പോൾ പയർ കുക്കറിലിട്ട് കഴുകി ഇതിൽ ടർമറിക് പൗഡർ, ഇച്ചിരി ചില്ലി പൗഡർ, സോൾട്ട് ടേസ്റ്റ് അതൊക്കെ ഇട്ട് സ്റ്റൗവിൽ സെറ്റാക്കി വെക്കുക. ജസ്റ്റ് നമ്പർ 2 ചോറ് വയ്ക്കാം. ഞാൻ ഇന്ന് കുറച്ച് മട്ട അരിയാണ് എടുത്തത്. യൂഷ്വലി ജാസ്മിൻ അരിയാണ് എടുക്കാറ്. അതിനിത്തിലൂടെ വേവിക്കാനുള്ള ടൈം കുറവാണ്. ലൈക്ക് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതും നമ്മുടെ ചോറും അടുപ്പിലേക്ക് വെച്ച് ബാക്കി പരിപാടി നോക്കാം. ഇവിടെ ഇല്ലേ, ഈ നാട്ടിലെ ഉള്ളിയൊക്കെ വളരെ കുറച്ചേ ഞാൻ എടുക്കും. ഒന്നാമത്തെ കാര്യം നല്ല വിലയാണ്, പിന്നെ ഇത് മലയാളി കടയിൽ കിട്ടുള്ളൂ. ഞാൻ കുഴഞ്ഞു. നമുക്ക് വഴുതന കട്ട് ചെയ്യാം. അതിരുന്ന് ചെയ്യാം വിത്ത് പേൾ ചേച്ചി, നിവിൻ ചേട്ടൻ ആൻഡ് അജു ചേട്ടൻ. അപ്പം ഞാൻ മിക്കവാറും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യണമെങ്കിലും പേളിയുടെ വീഡിയോസ് കണ്ടോണ്ടിരുന്ന ചെയ്യാറ്. കാരണം ഇല്ലേ, ഈ ഇടുകൊടുക്കിയ ചോറും കറി എന്ന് പറയുന്ന പോലെ ഷടപടയെന്ന് പണി. എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ വെജിറ്റബിൾസ് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, എനിക്കതിങ്ങനെ വിരൽ വെച്ച് ആ കയ്യിലിരുന്ന് തന്നെ അത് കട്ട് ചെയ്യുന്നതാണ്. അതങ്ങനെ വഴങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ വഴുതനയൊക്കെ കട്ട് ചെയ്തു. അടുത്ത പരിപാടിയിലേക്ക്, വളരെ മടുപ്പ് പരിപാടിയിലേക്ക് കിടക്കാൻ ഗൈസ്. അപ്പോൾ ഉള്ളി പൊളിക്കൽ, അതാണ് അടുത്ത ടാസ്ക്. എനിക്ക് ഗാർലിക് പൊളിക്കുന്നത് ഇഷ്ടമാണ്. കാരണം പെട്ടെന്ന് പീലായി പോരും. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞു തന്ന ട്രിക്കായിരുന്നു, കുറച്ച് നേരം വെള്ളത്തിൽ, എനിക്ക് തോന്നുന്നു ചൂടുവെള്ളത്തിലാണെന്ന് തോന്നുന്നു, കുറച്ച് ഇളം ചൂടുവെള്ളത്തിലോ മറ്റോ ഇട്ട് വെച്ചാൽ ഇറ്റ്സ് ഈസി ടു പീൽ ഷാലഡ്സ് എന്ന്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വർക്കിംഗ് ആണ്. അത്യാവശ്യം ഞാനൊരു കഴിഞ്ഞൊരു 4 to 7 years ആയിട്ട്, 6-7 years ഒക്കെ ആയിട്ട് ഇങ്ങനെ തന്നെയാണ്, ഈ സെയിം ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി പ്രോൺസ് ക്ലീനിങ് ആണ്. ഇതിൻ്റെ തലയൊക്കെ ഓൾറെഡി കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാലും തൊലിയും ഒക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെമ്മീൻ 2 രീതിയിലാണ് ഇഷ്ടം. എൻ്റെ അമ്മച്ചി മേരിക്കുട്ടിയുടെ ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ട്. സിമ്പിൾ ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അനൂപിന് ഇഷ്ടം ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഒരിത്തിരി ചെമ്മീൻ എടുത്തിട്ട് 2 രീതിയിലും സെറ്റാക്കും. അപ്പോൾ ഇവിടുത്തെ പ്രോൺസിലെ നല്ല തടിയൻ പ്രോൺസ് ആണ്. അപ്പോൾ ഞാൻ വേവാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഞാനിത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യും. നാട്ടിൽ മിക്കവാറും പൊടിച്ചെമ്മീൻ കിട്ടുമ്പോഴാണ് അമ്മച്ചി അങ്ങനെ വെക്കാറ്. അപ്പോൾ ഇവിടുത്തെ ചെമ്മീൻ വലുതായതുകൊണ്ട് നമ്മളത് പൊടിയാക്കും. അപ്പോൾ ജസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേജ്, ചെമ്മീൻ കൊത്തിട്ട് താളിച്ചത്. എണ്ണ ഒഴിച്ചൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചിടണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയാണ്. ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച വൻപയറില്ലേ, അതിലേക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക പാർട്ടി കഴിയുമ്പോൾ 2 സ്പൂൺ താളിപ്പ് നമ്മൾ അതിലേക്ക് ഇടും. സോ ഇറ്റ്സ് ഈസി ഫോർ മീ ടു മേക്ക് ദിസ്. അതുകൊണ്ടാണ് ഇത് ആ ഒരു ഒതന്റിക് അമ്മച്ചിയുടെ റെസിപ്പി ഒന്നും അല്ല, എൻ്റെതായ രീതിയിൽ ഇംപ്രൊവൈസ് ചെയ്ത് എടുത്തതാണ് ഈ റെസിപ്പി. എന്നിട്ട് നമുക്ക് ചോറ് വാർക്കാം. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ വൻപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രഷ്ഡ് ചില്ലിയും മഞ്ഞൾ കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ട് അതിനകത്ത് 2 സ്പൂൺ നമുക്ക് ഈ വൻപയറിലേക്ക് ഇടാം. അപ്പോൾ ബാക്കിയുള്ളതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീനിടാം. അപ്പം ഇപ്പം മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ റെസിപ്പിയിലേക്ക്. നമുക്ക് കൂടുതലും എരിവ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഒരുപാട് നല്ലതായിരിക്കും. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച്
നമുക്ക് എന്തായാലും കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഇറങ്ങി നിൽക്കാം. സോ ഹോട്ട് ഇൻസൈഡ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടില്ലടാ മക്കളെ, ഇവിടെ ആരുമില്ല. ലൈക്ക് ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല. അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ലോട്ട് കണ്ടോ, ഇത് ഫുൾ വണ്ടിയായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി -3 ഹിയർ. ഫീൽസ് ലൈക്ക് -3 ആണ്. -1 ആണെന്ന് തോന്നുന്നു ആക്ച്വൽ ടെമ്പറേച്ചർ. ഞാൻ ദേ ഒരു ടീഷർട്ടും ജസ്റ്റ് ഒരു ലെഗിനും ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ദാറ്റ്സ് ദ ഫണ്ണിയസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ. തേക്കടിയിൽ പോയിട്ട് പോലും തണുപ്പാണ്, പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇസ് ലിറ്ററലി സ്റ്റാൻഡിങ് ഹിയർ, ജാക്കറ്റ് പോലും ഇല്ലാതെ -3. ദാറ്റ്സ് വാട്ട് ചേഞ്ച്ഡ് ഇൻ മീ. അത് മാത്രമാണ് ഇത്രയും നാൾ സംഭവിച്ചത്. മെയിനായിട്ട് ഐ ആം സോ ടോളറേറ്റ് ടു കോൾഡ് റൈറ്റ് നൗ. എന്നാലും പുറത്ത് പോകുമ്പോൾ ലൈക്ക് 3-4 ലെയറൊക്കെ ഇട്ടിട്ടേ പോകുള്ളൂ. ബട്ട് ആക്ച്വലി ഐ ക്യാൻ ടോളറേറ്റ് ഇറ്റ്. ഞാൻ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 to 20 minutes ആയിട്ടുണ്ടാവും. ഇറ്റ്സ് കൂൾ, ഇറ്റ്സ് ഓക്കെ. -3 ഒക്കെ നിൽക്കപ്പം. ഓക്കെ ഗൈസ്, ചെസ് നമ്പർ 4, എഗ് പ്ലാൻ മെഴുക്ക് പുരട്ടി അഥവാ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഓൺ ദ സ്റ്റേജ്. അപ്പോൾ ഇതിലും കാര്യമായി നമ്മളങ്ങനെ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഓയിൽ, സോൾട്ട്, ടർമറിക്, പിന്നെ പച്ചമുളക്, പിന്നെ വഴുതന, അത്രേ ഉള്ളൂ. പിന്നെ ഇത്തിരി വെള്ളം തളിക്കാം നമുക്ക്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ, ചെസ് നമ്പർ 5, ചെമ്മീൻ വറുത്തത് അഥവാ പ്രോൺസ് ഫ്രൈ ഓൺ സ്റ്റേജ്. അപ്പോൾ ഞാൻ പൊതുവേ ചെമ്മീൻ നടുവേ കീറും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇത്തിരി തടിയൻ ചേട്ടന്മാരായതുകൊണ്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു കുക്ക്. അപ്പോൾ നമ്മളങ്ങനെ നടുവേ കീറുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ. പിന്നെ ഇതിങ്ങനെ വളഞ്ഞു പോകും എന്നേ ഉള്ളൂ കുക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇത് ഞാൻ മറ്റേ പ്രോൺസിൻ്റെ കറി ഉണ്ടാക്കിയതിലും ജസ്റ്റ് ഒരു ഇത്തിരി ആഡ് ചെയ്തിരുന്നു, വളരെ കുറച്ച് മതി. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് മേക്സ് സ്പെഷ്യൽ. അപ്പോൾ ഗരം മസാല റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബില്ലോ കേട്ടോ. കുട്ടിയുടെ വീട്ടിലെ പ്ലാവിൽ പിടിച്ച് നിൽക്കുന്ന കുരുമുളക് പൊടിച്ചത്, അതും 1 സ്പൂൺ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലൈം ജ്യൂസ്, പിന്നെ ഞാനൊരു ഇത്തിരി കായമിടും. ഐ ഡോണ്ട് നോ വൈ ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ജസ്റ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, ഐ നോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. മീൻ വൈൽ എൻ്റെ ഒരു വട്ട് കാണാം ഗൈസ്. അപ്പോൾ ഒരു പാത്രത്തിൽ ഇത്തിരി ഓയിൽ, കടുക്, ഡ്രൈ ചില്ലി, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഉപ്പ്. എന്നിട്ട് ഇത് ആ പയറില്ലേ അതിലേക്ക് ഇടുക. ബിക്കോസ് ഐ ആം ആൻ ഒണിയൻ ലവർ. പയറ് റെഡിയാക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒണിയൻ വളരെ കുറവായിട്ട് തോന്നി. ഇതേ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ശീലാണ്, എന്ത് പറയാനാ. ഓക്കെ വെയിറ്റ്, ചെസ് നമ്പർ 6, രസം ഹാഫ് വേ ഓൺ സ്റ്റേജ്. ബിക്കോസ് ഞാൻ വഴിക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. യുനോ ബിഗിനേഴ്സ്, എൻ്റെ പ്രശ്നമാണ്, ക്ഷമിച്ചളയെ കുട്ടികളെ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ തെങ്കാശിയിലെ പുളിയാണ്. അപ്പോൾ പ്രസ്ഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ജംസിൻ്റെ വലുപ്പത്തിൽ ഒരു 3, പിന്നെ ഇത്തിരി വെള്ളം ഒഴിക്കുക, ചെറിയ തിള വരുമ്പോൾ എടുക്കാം. കാരണം എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് ഈ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റയിൽ റീലിലാണ് കണ്ടത്, രസം വെട്ടി തിളക്കാൻ പാടില്ല ഗൈസ്. അപ്പോൾ അതും എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ, അതായത് ചെസ് നമ്പർ 5 ഓൺ സ്റ്റാപ്പ്. വീഡിയോ റെക്കോർഡായില്ല, ബിഗിനേഴ്സ് എററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കാം. അപ്പോൾ രസത്തിൽ മല്ലി വാരി വിതറുക, ദാറ്റ്സ് ദ ഫേവറേറ്റ് പാർട്ട്. അപ്പോൾ പരിപാടിയൊക്കെ ഖതം ഹോ ഗയ. അങ്ങനെ പയർ മെഴുക്ക് പുരട്ടി വന്നു, വഴുതന വന്നു, ചെമ്മീൻ തേങ്ങ കൊത്തിട്ട് താളിച്ചത് വന്നു, രസം വന്നു, ചെമ്മീൻ ഫ്രൈ വന്നു, ചോറ് വന്നു, വെള്ളവും വന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നു. അങ്ങനെ ഏട്ടനും വന്നു ഗൈസ്. അവന് വയ്യാഞ്ഞതുകൊണ്ട് ഞാനെന്ന് വാരിക്കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഞാനും കഴിച്ചു. ഇന്നത്തെ ഡിന്നറിൻ്റെ എൻ്റെ മെയിൻ ഗോൾ വാസ് ഐ ഷുഡ് ബി കൺട്രോളിങ് മൈ സ്പൈസ്. അപ്പോൾ ഇത്തവണത്തെ ഫുഡിൽ ഞാൻ കഴിവതും സ്പൈസ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നാളത്തേക്ക് പണി മാറ്റി വെച്ചാൽ ശരിയാവില്ല. പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ഒരു മോട്ടിവേഷനും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച്, കിച്ചൺ ക്ലീൻ ചെയ്ത്, പാത്രമൊക്കെ എടുത്ത് അടുക്കി പൂട്ടി വെച്ചു. സോ kitchen is closed and let's wind up our video here with a good night. Bye bye from Ari Adventures. See you in another video.